Good morning, all. Good morning, ma'am. Good morning. Okay, വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ? ഒറ്റ ബാർഗൈനിങ്ങിന്റെ കുറച്ച് ഭാഗം കൂടി നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു. ഇരിക്കാൻ തന്നെയാണ്. യെസ് എന്നാണോ? എന്തായാലും ഒന്നിച്ച് വായിക്കാൻ വെക്കണ്ട, അത് കുറേശ്ശെ വായിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താണ്, സൊസൈറ്റി വരികയാണ് അല്ലെ. ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിലെ സൊസൈറ്റി വരികയാണ് കഴിഞ്ഞ ദിവസം എടുത്തു നിർത്തിയത്. ഓക്കെ, നമുക്കിനി റിപ്പീറ്റ് തുറന്നെടുക്കേണ്ടത് എന്താണ്, എംപ്ലോയീസ് ആണ് അല്ലെ. കളക്റ്റീവ് ബാർഗൈനിന്റെ പ്രാധാന്യം അല്ലെ, തീർച്ചയായിട്ടും പലവർക്കും അതിന്റെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സൊസൈറ്റിക്കുണ്ട്, എംപ്ലോയീസിനുണ്ട്, എംപ്ലോയർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ലഭ്യമാകുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് വരുന്നത് കൊണ്ട് തന്നെ ആ പോയിന്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാലോ. നെക്സ്റ്റ് നോക്കാനുള്ളത് എംപ്ലോയീസ് അല്ലെ. ഇവിടെ എംപ്ലോയീസിന് ഈ കളക്റ്റീവ് ബാർഗൈനിന്റെ എന്തൊക്കെ കാര്യങ്ങളാണോ എന്ന് നോക്കാം. കളക്റ്റീവ് ബാർഗൈൻ ഈസ് ഇമ്പോർട്ടന്റ് ടു എംപ്ലോയീസ് ഇൻ ഫോളോയിങ് വേസ്. The employees are utilized with the feeling of responsibility towards their work and have high self-esteem as a result of a collective bargain. ഓക്കെ, അപ്പൊ ജോലിയോടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഉത്തരവാദിത്വമുണ്ട് അല്ലെ. ജോലി എന്ന് പറയുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിന് അത് ചെയ്തു തീർക്കണം എന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം വരുന്നുണ്ട്. അത് ഇത്രയും കൂടി അല്ലെ, ഈ കളക്റ്റീവ് ബാർഗൈനിങ് വരുമ്പോൾ എന്താണ്, അത് ഉയർന്ന രീതിയിൽ തന്നെ അത് എത്തിപ്പെടാനായിട്ട് സാധ്യത. നമുക്കറിയാം ഒരു ബെനിഫിഷ്യൽ പാക്കേജ് അത് നെഗോഷിയേഷനോട് കൂടിയിട്ട് അല്ലെ, ചർച്ചയോട് കൂടി തീരുമാനിക്കുമ്പോൾ എന്താണ്, ഇരുകൂട്ടർക്കും അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. അവിടെ എംപ്ലോയീസ് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് എംപ്ലോയർ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവർക്ക് ആ ജോലി ഉത്തരവാദിത്തോടു കൂടി തീർക്കേണ്ട ഒരു ഡ്യൂട്ടിയും കൂടിയും അവിടെ എന്താണ് മസ്റ്റായിട്ടും അവിടെ വരേണ്ടതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുമ്പോൾ എന്താണ്, പ്രധാനമായിട്ടും എന്താണ്, വിത്ത് ദ ഫീലിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ് ദെയർ വർക്ക് അല്ലെ. അവർക്ക് വർക്കിനോട് ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നു. ആൻഡ് ഹാവ് ഹൈ സെൽഫ് എസ്റ്റീം ആസ് എ റിസൾട്ട് ഓഫ് കളക്റ്റീവ് ബാർഗൈൻ അല്ലെ. അപ്പൊ ഉയർന്ന ഒരു ഉത്തരവാദിത്ത പരിഹാരങ്ങൾ അത് കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും എന്താണ്, എത്ര സ്ട്രഗിള് വന്നാലും ജോലി ചെയ്യണം, അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണെന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധത്തിലേക്ക് എംപ്ലോയീസ് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ ഏർപ്പെടുമ്പോൾ എടുത്തു വരുന്നു. നെക്സ്റ്റ് വരികയാണെങ്കിൽ എന്താണ്, ആസ് ദ ബാർഗൈനിങ് കപ്പാസിറ്റി ഓഫ് ദ ഗ്രൂപ്പ് ഇൻക്രീസസ് ഇറ്റ് മേക്സ് ദ വർക്കേഴ്സ് മോർ പവർഫുൾ. ഓക്കെ, നമുക്കറിയാം ഈ ബാർഗൈനിങ് നടത്തുമ്പോൾ എന്താണ്, നമുക്കറിയാം അവിടെ ഒരു നെഗോഷിയേഷൻ ചർച്ചയൊക്കെ ചെയ്തിട്ടാണ് ബാർഗൈനിങ് നടത്തുന്നത് അല്ലെ, വിലപേശൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. then എന്താണ്, അപ്പൊ ആ ഗ്രൂപ്പിന് എന്താണ് കൂടുതലായിട്ട് വരുന്നത്, ഇറ്റ് മേക്സ് ദ വർക്കേഴ്സ് മോർ പവർഫുൾ അല്ലെ. അവര് ശക്തിപ്പെടുകയാണ് അല്ലെ. ഒന്നിച്ച് നിന്ന് വിലപേശാനായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ കൂടുതൽ സ്ട്രോങ് ആവേണം അല്ലെ. അവരുടെ പവർ എന്ന് പറയുന്നത്, അവരുടെ ശക്തി എന്ന് പറയുന്നത് ഇത്തിരി കൂടി വർദ്ധിച്ചു വരികയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. അതൊരു ഗുണകരമായ കാര്യം തന്നെയല്ലേ. കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നടത്തുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അതിലൂടെ നടപ്പാക്കി കിട്ടുന്നത്. ഓക്കെ, അത് നമുക്കറിയാം ആ ഒരു കൂട്ടരെ അല്ലെ വിലമതിക്കാതെ എംപ്ലോയർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, കൂടുതൽ ശക്തിപ്പെടാനായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്രോസസ്സ് വരുമ്പോൾ കൂടുതൽ ശക്തി ആർജിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. ആർക്കായിരിക്കും കൂടുതൽ ശക്തി കിട്ടുക? ശക്തി മീൻസ് ഹെൽത്ത് അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കൂടുതൽ മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു കരുത്ത് അല്ലെ, വർക്കേഴ്സിന് അല്ലെ. വർക്കേഴ്സിന് അങ്ങനെ ഒരു സ്ട്രോങ് പവർ കിട്ടുന്നു. നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ ദ എംപ്ലോയീസ് ബിക്കം മോർ എഫിഷ്യന്റ് ആൻഡ് ഹാവ് ഗ്രേറ്റർ എന്തോസിയാസം ടുവേർഡ്സ് വർക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവര് കാര്യക്ഷമമാകുകയാണ് അല്ലെ. ഇങ്ങനെയൊക്കെ ഒരു ബാർഗൈനിങ് നടത്തുമ്പോൾ
കാര്യക്ഷമതയോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. അത് മാത്രമല്ല വർക്കിനോട് ഒരു ഉത്സാഹം കൂടിയും കൂടുന്നു അല്ലെ. വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ഉത്സാഹം നമുക്കറിയാം. എന്താണ് ചിലപ്പോ ഒരു ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുമ്പോൾ അല്ലെ ഇന്ന സാലറി എന്താണ് ഇൻക്രീസ് ചെയ്ത് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ വരുമ്പോഴെന്താണ് അവര് നല്ല ഉത്സാഹത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും ഇല്ലേ, തയ്യാറാവില്ലേ? നമുക്കറിയാം നാച്ചുറലി എന്താണ് ഒരു ബേസിക് സാലറി എപ്പോഴും അത് തന്നെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഓവർ ടൈം ഒക്കെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവർ തയ്യാറാവണമെന്നില്ല. പക്ഷെ ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള റിട്ടേൺ ഇവർക്ക് ബെനിഫിഷ്യൽ പാക്കേജുകൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അവർ ഉത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും അല്ലേ, ശരിയല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് the employees become more efficient and have greater enthusiasm towards work. വീണ്ടും എന്താണ് it keeps a check on random decisions of the management which affect the employees. Based decision of the management are also discouraged. അതായത് നമുക്കറിയാം ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്ലെ, തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചർച്ചയിലൂടെയാണ് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എന്താണ് അവർക്ക് കുറച്ചും കൂടിയും അല്ലെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, അതായത് കുറച്ചും കൂടിയും അവിടെ ഒരു പവർ അവർക്ക് കിട്ടുകയാണ് അല്ലെ. അവിടെ കീപ് എ ചെക്ക് ഓൺ റാൻഡം ഡിസിഷൻ ഓഫ് ദ മാനേജ്മെന്റ് വിച്ച് അഫക്ട് ദ എംപ്ലോയീസ് അല്ലെ. അവിടെ നമുക്കറിയാം അവിടെ ഒരു ക്രമരഹിതമായിട്ടുള്ള ഒരു ഡിസിഷൻ തീരുമാനങ്ങളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അത് എംപ്ലോയീസിനെ അഫക്ട് ചെയ്യും. അപ്പോൾ ബേസ്ഡ് ഡിസിഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് ആർ ഓൾസോ ഡിസ്കറേജ്ഡ്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു എന്താണ് ഒരു ചിട്ടയായിട്ടില്ലാത്ത തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അതെല്ലാം അതിനെയൊന്നും എന്താണ് അവിടെ പ്രോത്സാഹിപ്പിക്കില്ല അല്ലെ. തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെയും കൂടി തീരുമാനങ്ങൾ അറിഞ്ഞിട്ടുള്ള തീരുമാനങ്ങളെ അവിടെ നടപ്പാക്കിയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മാനേജ്മെന്റിന് അറിയാം എംപ്ലോയീസ് ഉണ്ടെങ്കിലാണ് തീരുമാനങ്ങൾ കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവർക്കൊരു നല്ലൊരു ഡിസിഷൻ മേക്കില് പങ്കാളിയാക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി കളക്റ്റീവ് ബാർഗൈനിങ് വരുമ്പോൾ ഉണ്ടാകുന്നു. ക്ലിയർ ആയോ? വീണ്ടും എന്താണ് ലാസ്റ്റ് 2 പോയിന്റ് കൂടെയുണ്ട്. The trade union movement becomes stronger with the increase in support of employees. തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയനൊക്കെ എന്താണ് അവരുടെ ചട്ടങ്ങൾ എപ്പോഴും എന്താണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ആരെയായിരിക്കും? എംപ്ലോയറെയാണോ എംപ്ലോയീസിനെയാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക? ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക? The trade union movements become stronger with the increase employees അല്ലെ. എംപ്ലോയീസിനെയാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെ. അപ്പൊ അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ എന്താണ് കൂടുതലായിട്ട് ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുക്കുന്നത് എംപ്ലോയീസിന്റേതായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക അല്ലെ. അവരെയായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. എന്താണ് മേക്ക് ദ മാനേജ്മെന്റ് ആക്സസിബിൾ ഫോർ വർക്കേഴ്സ് to share their concerns and negotiate on relevant issues for their benefits അല്ലെ. അവിടെ ഇൻ കേസ് നമുക്കറിയാം വർക്കേഴ്സിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനൊരു എന്താണ് ഒരു സാഹചര്യം കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുമ്പോഴാണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെ. അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതിനുള്ള സൗകര്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ മാതിരി ഒരുപാട് കൃത്യസമയത്ത് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആകുന്നില്ല, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഭയങ്കര ചൂടായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ എന്താണ് വർക്കേഴ്സിന് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ ഇത്തരത്തിലെ മാനേജ്മെന്റിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഈ അവസരം ലഭ്യമാകുന്നതും നെഗോഷിയേഷൻ അല്ലെ നമുക്കറിയാം ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോഴാണ്. ആൻഡ് നെഗോഷിയേറ്റ് ഓൺ റെലവെന്റ് ഇഷ്യൂസ് ഫോർ ദർ ബെനിഫിറ്റ്സ്. തീർച്ചയായിട്ടും എന്താണ് ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ എന്താണ് അവരുടെ പ്രോബ്ലംസുകളൊക്കെ കെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ അവരെ ഇച്ചിരി മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ സാധിക്കുന്നു. അപ്പൊ എംപ്ലോയീസിന് നെഗോഷിയേഷൻ നടത്തുമ്പോൾ ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ചർച്ചയൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. മാനേജ്മെന്റിന് അവരെ കൂടുതൽ അറ്റാച്ച് ചെയ്തിട്ട് അല്ലെ അവരെ ഇച്ചിരി കൂടിയും പങ്കെടുപ്പിച്ചിട്ട് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതുമൂലം എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോവാനായിട്ടുള്ള അവസരങ്ങളും എന്താണ് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് മൂലം ലഭ്യമാക്കുന്നു അല്ലേ. ലാസ്റ്റ് ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് ഹെൽപ്സ് ഇൻ അഡ്രസ്സിംഗ് ദ grievances of workers in a timely manner.
ഓക്കെ, നമുക്കറിയാം പരാതികൾ എന്തായാലും ഉണ്ടാവും അല്ലെ. ഒരു വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ ധാരാളം പരാതികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. കൂട്ടായിട്ട് നിന്നിട്ട് എന്തെങ്കിലും പരാതികൾക്ക് പരിഹാരം കണ്ടെത്താണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും. അതേസമയം ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആരും ചിലപ്പോൾ മൈൻഡ് ചെയ്യണമെന്നില്ല അല്ലെ. അപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് ഹെൽപ്സ് ഇൻ അഡ്രസ്സിംഗ് ദ ഗ്രീവൻസ് ഓഫ് വർക്കേഴ്സ് ഇൻ എ ടൈംലി മാനർ. കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെ അവരുടെ പരാതികളൊക്കെ അല്ലെ അത് ബാർഗെയിൻ ചെയ്യാനായിട്ട്, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ് കൊണ്ട് സാധിക്കുന്നു. ആസ് എ റിസൾട്ട് chance of a conflict arising from wages and employment conditions, economic and technological advancement in the industry are minimized. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഈ സമയത്തൊക്കെ പരാതികൾ ഇങ്ങനെ സാധിക്കുന്നത് കൊണ്ട് തന്നെ എന്താ പ്രത്യേകത, വ്യവസായത്തില് അല്ലെ ആ ഒരു സംരംഭത്തില്, അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ ആ ഒരു കണ്ടീഷൻ അല്ലെ, അവരുടെ ആ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ വേജസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള ഈ കോൺഫ്ലിക്ട്സുകൾ എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അത് ബാർഗെയിൻ ചെയ്തുകൊണ്ട് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്തുകൊണ്ടാ അവിടെ തീർച്ചയായിട്ടും ടൈംലി മാനറിൽ തന്നെ അവിടെ പരാതികൾക്ക് അല്ലെ പരാതികൾ കൊടുക്കാനുള്ള ഒരു അവസരങ്ങളാണ് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് മൂലം ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെ ഓരോരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പോകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോഴെന്താണ് വലിയ വലിയ ഇഷ്യൂസ് അല്ലെ, ഒന്നിച്ച് ഒരുപാട് പ്രോബ്ലംസുകളെല്ലാം ഇങ്ങനെ കൂട്ടി അക്കമിട്ട് അവരെന്താണ് ഒന്നിച്ചൊരു സ്ട്രൈക്കും വർക്കൗട്ടിലൊക്കെ ഒന്നും പോകാതെ എത്തിപ്പെടാതെ ചെറുതായിട്ട് തന്നെ അല്ലെ അവരെ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും വ്യവസായ സംരംഭങ്ങളിൽ അത് മിനിമൈസ് ചെയ്തുകൊണ്ടൊക്കെ അല്ലെ ആ ഒരു പ്രോബ്ലംസിനെ കുറച്ചുകൊണ്ട് ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ കളക്റ്റീവ് ബാർഗൈനിങ് കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെയാണോ? എംപ്ലോയീസിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് എംപ്ലോയേഴ്സിലേക്ക് പോകാം അല്ലെ. നമ്മളിപ്പോ തൊഴിലാളികളുടെ പ്രാധാന്യത്തില് അല്ലെ അവർക്ക് കളക്റ്റീവ് ബാർഗൈനിങ് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇനി എംപ്ലോയേഴ്സിന് തൊഴിലുടമയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രാധാന്യങ്ങളുണ്ടെന്ന് നോക്കാം. കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു എംപ്ലോയേഴ്സ് ഇൻ ഫോളോയിങ് വേസ്. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ലീഡ്സ് ടു ഹയർ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് contributed by a motivated workforce with which can freely communicate with the employer and can also bargain with the employers for increased incentives. Okay, നമുക്ക് അറിയാം എന്താണ് അവിടെ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എപ്പോഴും റിസൾട്ട് ഉണ്ടാവണം അല്ലെ. എംപ്ലോയറിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ ലക്ഷ്യം നേടിയെടുക്കണം. അത് പരമാവധി നല്ല റിസൾട്ടോട് കൂടിയിട്ട് അവരുടെ ആ ഒരു ലക്ഷ്യം ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടായിരിക്കാം, ചിലപ്പോൾ എന്താണ് മറ്റുള്ളവരിലേക്ക് പേര് കേട്ട ഒരു കമ്പനി എന്നുള്ള എന്തല്ലേ നെയിംസ് അത് ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു വിപണനം കണ്ടെത്താനായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ അവരെ ആ ലക്ഷ്യം അല്ലെ അത് മോസ്റ്റ് ലെവലിൽ തന്നെ അവർക്ക് അതിന്റെ റിസൾട്ട് നേടിയെടുക്കാം. അപ്പൊ അതായിരിക്കും പ്രധാനമായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ, എംപ്ലോയർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുന്നത്, ഇറ്റ് ലീഡ്സ് ടു ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ മോട്ടിവേറ്റഡ് വർക്ക് ഫോഴ്സ് വിച്ച് ക്യാൻ ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് അല്ലെ. അവരുടേതായിട്ടുള്ള ഈ ഒരു ലക്ഷ്യം അത് അവർക്ക് എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുമ്പോൾ അവർക്ക് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി എന്താണ് ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് എല്ലാവരുടെയും അല്ലെ തൊഴിലാളികളിലേക്കിടയിലേക്കൊക്കെ തന്നെ ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇന്നതാണ് നമ്മുടെ ലക്ഷ്യം, ഇത്രമാത്രം പ്രോഫിറ്റോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ പേര് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടണം, അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് വിപണനയിൽ വിറ്റഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് മറ്റുള്ളവർക്ക് അല്ലെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം. അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം അല്ലെ. ഫ്രീലി തന്നെ എല്ലാവരെയും സ്വതന്ത്രമായിട്ട് തന്നെ ഈ ആശയങ്ങൾ പങ്കുവെക്കാനായിട്ട് നമുക്കറിയാം ചർച്ചകൾ നടത്തുമ്പോഴാണ് അവർക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടുള്ള ഈ ആശയങ്ങൾ പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നത്. Then and they can also bargain with the employers for increased incentives. Okay,
അപ്പൊ അവർക്ക് എന്താണ് ഇങ്ങനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴെന്താണ് അവർക്ക് നല്ല രീതിയിൽ വിലപേശിക്കൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രചോദനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് നമ്മുടെ ഇത്തരം അപ്പൊ എന്താണ് ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ പ്രോഫിറ്റും അതോടൊപ്പം തന്നെ പേരും വിപണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള എംപ്ലോയീസിന്റേതായിട്ടുള്ള ആശയങ്ങളൊക്കെ നേടിയെടുത്തിട്ട് അവരെ കുറച്ചും കൂടി ഇൻസെന്റീവ് ആയിട്ട് അല്ലെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് പ്രേരിപ്പിക്കാനായിട്ടും ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് കൊണ്ട് സാധിക്കും. ശരിയാണോ? സാധിക്കുമോ? ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ ഫ്രീലി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള പ്രോബ്ലംസും അവർ പറയും. ആ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസും എംപ്ലോയേഴ്സ് നിർദ്ദേശിക്കും. ദെൻ അവരെ ബെറ്റർ ഒരു കമ്മ്യൂണിക്കേഷനോട് കൂടി തന്നെ അവർക്ക് ഇരുകൂട്ടർക്കും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ഡിസിഷൻസ് ഒക്കെ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Then next നോക്കുകയാണെങ്കിൽ എന്താണ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ എംപ്ലോയേഴ്സ് ടു റിസോൾവ് എവരി കംപ്ലൈന്റ് ഓഫ് എംപ്ലോയീസ് സെപ്പറേറ്റ്ലി. ഓക്കെ, നമുക്കറിയാം ഒരു വലിയ സ്ഥാപനം ആവുമ്പോൾ ഒരു അല്ലെ ഓരോ എംപ്ലോയീസിന്റെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയല്ലേ? എല്ലാ എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. ചില പേഴ്സൺസ് നമുക്കറിയാം ബിഹേവിയറൽ ചേഞ്ചസ് അനുസരിച്ചിട്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾക്ക് വ്യത്യസ്തതയായിരിക്കും അല്ലെ. ചിലർ സോൾവ് ചെയ്യുന്നതായിരിക്കും, പക്ഷെ ചിലര് നല്ല പങ്ക്ച്വലായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ചിലപ്പോഴാണെങ്കിൽ പ്രൊഡക്റ്റ് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല അല്ലെ. എല്ലാത്തിലും വ്യത്യസ്തമായിരിക്കും. ചിലരെന്താണ് കുറച്ച് സമയം കൊണ്ട് കുറെ സമയം എടുത്ത വർക്കായിരിക്കും ചെയ്യുന്നത്. അതേസമയം ചിലർ ഒരുപാട് സമയം എടുത്തിട്ട് നല്ലൊരു പ്രൊഡക്റ്റ്, അങ്ങനെ പലതരത്തില് അവരുടെ ബിഹേവിയർ ചേഞ്ചസ് വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ എന്താണ് വ്യത്യസ്തമായിരിക്കും. ചിലര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയതുകൊണ്ട് ചില കുറച്ച് സമയം കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ പ്രോഡക്റ്റ് നന്നായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുമായിരിക്കും. അതേസമയം എക്സ്പീരിയൻസ് കുറഞ്ഞ പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് സമയം എടുക്കേണ്ടത് അല്ലെ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഈ ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. ഓരോ പേഴ്സൺസ് സിംഗിൾ പേഴ്സൺസിനെ എടുത്ത് കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് എംപ്ലോയറെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഹെൻസ് ദിസ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ് collectively by bargaining is adopted by the management. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ അല്ലെ തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നടത്തുമ്പോൾ എന്താണ് അവർക്ക് ഒന്നിച്ച് തന്നെ ഈ മാനേജ്മെന്റിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഒന്നിച്ച് അല്ലെ എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കണ്ടെത്തി അതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. Then next നോക്കുകയാണെങ്കിൽ collective bargaining makes the employees feel secured which results in a lesser attrition. എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്? കുറച്ച് അല്ലെ collective bargaining makes employees feel secured അല്ലെ. അവിടെ സുരക്ഷിതത്വത്തിനും കാര്യത്തിനും പ്രാധാന്യമുണ്ട് അല്ലെ. collective bargaining makes employees feel secured which result in a lesser attrition. എന്നുവെച്ചാൽ അവർക്ക് എപ്പോഴും സുരക്ഷിതത്വം, അത് എംപ്ലോയീസിന് എപ്പോഴും സുരക്ഷിതത്വം അവർ പ്രാധാന്യത്തോടുകൂടി അറിയിക്കുന്നതാണ്. Hence the cost of labor turnover to management is reduced. നമുക്കറിയാം തീർച്ചയായിട്ടും എന്താണ് അവിടെ അല്ലെ എംപ്ലോയറെ സംബന്ധിച്ച് എന്താണ് കുറഞ്ഞ കോസ്റ്റില് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലെ. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും താല്പര്യമുണ്ടാവും. എംപ്ലോയീസിനാണെങ്കിൽ സാലറി കിട്ടണമെന്നുണ്ടാവും, സുരക്ഷിതത്വം കിട്ടണമെന്നുണ്ടാവും, ഇൻസെന്റീവ്സ് കിട്ടണമെന്നുണ്ടാവും, എല്ലാ കാര്യത്തിലും അവർക്ക് താല്പര്യമുണ്ടാവും. തീർച്ചയായിട്ടും എംപ്ലോയറെ സംബന്ധിച്ച് എന്താണ് കോസ്റ്റ് ചുരുക്കിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം അല്ലെ. അതനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം ഇവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ അതിലിങ്ങനെയുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. Then it becomes easier to communicate within the organization and it helps to connect the top level, that is management, and the bottom level, that is workers. അതായത് നമ്മൾ പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഈ ഒരു ചർച്ചകൾ വരുമ്പോഴെന്താ പ്രത്യേകത? അവർക്ക് പെട്ടെന്ന് പരസ്പരം പല വ്യക്തികൾക്കും കൂടി പങ്കെടുത്തിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ഷെയർ ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ഓരോ ലെവലിലുള്ള ജീവനക്കാരിൽ നിന്നും പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ യൂണിയന്റെ അല്ലെ ഇവരുടെയൊക്കെ പ്രതിനിധികളുടെയൊക്കെ കുറെ കാര്യങ്ങൾ അല്ലെ എല്ലാം യൂണിയൻ നേതാക്കൾ കൃത്യമായിട്ട് തന്നെ കേട്ടിട്ടായിരിക്കും മാനേജ്മെന്റിനെ ബോധിപ്പിക്കുന്നത്. അപ്പൊ പലതരത്തിലുള്ള ആശയങ്ങളും എന്താണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? ചർച്ചകൾ നടത്തുമ്പോഴും നമുക്കറിയാം എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല അല്ലെ. ഓരോ വിഭാഗത്തിന്റെയും ഹെഡ് ഓഫ് ദ മെമ്പേഴ്സ് ആയിരിക്കും ഈ ചർച്ചകളിലൊക്കെ
പങ്കെടുക്കാനുണ്ടാവുക. അപ്പൊ എല്ലാ തരത്തിലുള്ള ലെവലിലുള്ള പേഴ്സൺസും അവിടെ അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഷെയർ ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് പ്രധാനമായിട്ടും എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് മാനേജ്മെന്റ് ആൻഡ് ദ ബോട്ടം ലെവൽ ദാറ്റ് ഇസ് വർക്കേഴ്സ് അല്ലെ. ഏറ്റവും ടോപ്പ് ലെവൽ മുതൽ ബോട്ടം ലെവലിലുള്ള എല്ലാ ജീവനക്കാരുടെയും പ്രോബ്ലംസുകളെല്ലാം കൈകാര്യം ചെയ്യുക. അവരോടെല്ലാം തന്നെ ആശയവിനിമയം നടത്താനായിട്ടും ഈ നെഗോഷിയേഷൻ സംഘടിപ്പിക്കുമ്പോൾ, ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് സംഘടിപ്പിക്കുമ്പോൾ സാധ്യമാകും എന്നുള്ളത്. ഓക്കെ, ഒരു വിഭാഗം വ്യക്തികൾക്ക് മാത്രം അല്ലെ, ടോപ്പ് ലെവൽ ജീവനക്കാരനെ മാത്രം വെച്ചുകൊണ്ടായിരിക്കില്ല ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് എല്ലാ തരത്തിലുള്ള ജീവനക്കാരുടെയും ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അവരോടൊക്കെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് കൊണ്ട് സാധിക്കുമെന്നാണ്. ഓക്കെ, അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ച് അത് ഒരു വലിയൊരു ഗുണമാണ്. Then industrial disputes can be prevented and settled by a collective bargaining. Okay, നമുക്കറിയാം വ്യവസായ തർക്കങ്ങൾ ധാരാളം ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. പ്രശ്നങ്ങളെ എന്താണ് ചിലപ്പോൾ ഡിസ്കഷനിലൂടെ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷനായിട്ട് നടത്തി അവരുടേതായിട്ടുള്ള പരസ്പരം പല പ്രശ്നങ്ങളൊക്കെ കേൾക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അങ്ങനെ എന്താണ് വ്യവസായ തർക്കങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. വ്യവസായ തർക്കങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നേട്ടം ആർക്കാണ് ഉണ്ടാവുക? എംപ്ലോയർക്കാണ് അല്ലെ. വ്യവസായ തർക്കങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യവസായ സ്ഥാപനം വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ മുന്നേറുന്നു അല്ലെ. അതിന്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആർക്കാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത്? അത് എംപ്ലോയർക്ക് തന്നെയാണ് അല്ലേ. അല്ലേ? പോയോ? ഓക്കെ, ഇതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് എന്താണ് ക്യാൻ ബി പ്രിവെന്റഡ് അല്ലെ. അത് മുൻകരുതൽ എടുക്കാനായിട്ട് സാധിക്കും. ഈ തർക്കങ്ങളൊക്കെ വരാതിരിക്കാൻ മുൻകരുതൽ എടുക്കാനായിട്ട് സാധിക്കും. അത് സെറ്റിൽഡ് ബൈ കളക്റ്റീവ് ബാർഗൈനിങ്. ഇതിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാനായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ, ഒരു വിലപേശലിലൂടെ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ എംപ്ലോയേഴ്സിനും എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ, വായിച്ചു നോക്കേണ്ടതുണ്ടോ? അപ്പൊ ഏതൊക്കെ കൂട്ടർക്ക് ആർക്കൊക്കെയാണ് നേട്ടം ഉണ്ടാവുക, എംപ്ലോയീസിന് ഏത് തരത്തിലാണ് അതിന്റെ ഗുണം ചെയ്യുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്, അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. അത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ്, പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. അതിന്റെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, then അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഓക്കെയാണോ? ഇതുവരെയും എടുത്തതിന് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മിക്കവാറും നമുക്കൊരു റിവിഷൻ പോലെ ഒന്ന് നോക്കാം. നമ്മൾ ഈ ചാപ്റ്റർ ഒന്നും കൂടി ഒന്ന് എന്താ പറയാ, ഒരു ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് നോക്കാം, പരമാവധി ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കൊന്ന് ചാപ്റ്റർ ഒന്ന് റൗണ്ടപ്പ് ചെയ്യാം. അതിനുശേഷം എന്താണ് നെക്സ്റ്റ് നോക്കാനുള്ളത്? പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. അപ്പൊ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ എന്താണ് നടപടിക്രമം അല്ലെ, അതിന്റെ പ്രോസസ്സ്, പ്രവർത്തനങ്ങളുടെ ഒരു പ്രോസസ്സാണ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്താന്നുള്ള കാര്യം ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണയായിട്ടുണ്ട് അല്ലെ. ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് എംപ്ലോയറും എംപ്ലോയിയും ട്രേഡ് യൂണിയന്റെ ഒക്കെ നേതൃത്വത്തിലാണെങ്കിൽ അവരുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് ഒരു പരിഹാരം കണ്ടെത്തുക അല്ലെ. അപ്പൊ ഈ കളക്റ്റീവ് ബാർഗൈനിങ് വിലപേശ നടപടി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രോസസ്സിലും അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലെ. നോക്കാം, there are two kind of environmental factors that influence the process. രണ്ട് തരത്തിലുള്ള എന്താണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഫസ്റ്റ്ലി the type of bargaining structure
that is a present between the union and the company. Okay, അതായത് ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാർഗൈനിങ് അതിന്റെ ഘടനയാണ്, അതിന്റെ സ്ട്രക്ചർ ആണ്. അത് എന്ന് പറയുന്നത് എന്താണ്, ആരൊക്കെ തമ്മിലാണ്, യൂണിയനും കമ്പനിയും തമ്മിലുള്ള ഒരു സ്ട്രക്ചർ ആണ്, ഘടനയാണ് വരുന്നത്. നമുക്കറിയാം ബാർഗൈനിങ് നടത്താനായിട്ട് ഒറ്റപ്പെട്ട് പോകാതെ ഒരു കൂട്ടായിട്ട് തന്നെ അല്ലെ നിലകൊണ്ട് യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ബാർഗൈനിങ് നടത്താനായിട്ട് ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുന്നത് അല്ലെ. അങ്ങനെ ബാർഗൈനിങ് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് തന്നെ എംപ്ലോയർ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നിർദ്ദേശിക്കും. കാരണം കേസ് ഒറ്റപ്പെട്ടുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ ചിലപ്പോൾ എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാവണമെന്നില്ല, അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവണമെന്നില്ല അല്ലെ. അതേസമയം യൂണിയന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ബാർഗൈനിങ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പൊ നോക്കാം, there are 4 main types of structure. അതിൽ 4 തരത്തിലുള്ള സ്ട്രക്ചർ ആണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. നോക്കാം, ഫസ്റ്റ് വൺ എന്താണ്, സിംഗിൾ കമ്പനി ഡീലിംഗ് വിത്ത് എ സിംഗിൾ യൂണിയൻ. അതായത് ഒരു കമ്പനിയും ഒരു യൂണിയനും കൂടി ആയ ഒരു സിംഗിൾ കമ്പനിയാണ്. അതാണ് ഒരു സിംഗിൾ കമ്പനി ഡീലിംഗ് വിത്ത് എ സിംഗിൾ യൂണിയൻ. ഒരു യൂണിയനേ ഉള്ളൂ, കമ്പനിയുമായിട്ട് വിലപേശാനായിട്ട് ഒരു യൂണിയനേ ഉള്ളൂ. വേരിയസ് കമ്പനീസ് ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. ഒരു യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ വ്യത്യസ്ത കമ്പനികളുമായിട്ട് അവര് കളക്റ്റീവ് ബാർഗൈനിങ് നടത്തി. എന്താണ് രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്ട്രക്ചറിൽ എന്താണ്, കമ്പനിയും ഒന്നുള്ളൂ, യൂണിയനും ഒന്നുള്ളൂ. അതേസമയം സെക്കൻഡ് സ്ട്രക്ചറിൽ കമ്പനീസ് ഒട്ടനവധി കമ്പനികളിലൊക്കെ ഒരേ യൂണിയൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഡീലിങ്സ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. വേരിയസ് യൂണിയൻസ് ഡീലിംഗ് വിത്ത് സിംഗിൾ കമ്പനി. ഒരു കമ്പനിയിൽ തന്നെ വ്യത്യസ്ത യൂണിയനുകളുണ്ട് അല്ലെ. 2 വിഭാഗക്കാരായിട്ട് നിന്നുകൊണ്ടാണ് അവിടെ വിലപേശൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ അത് തേർഡ് കാറ്റഗറി ആയിട്ടുള്ള വേരിയസ് യൂണിയൻ ഡീലിംഗ് വിത്ത് സിംഗിൾ കമ്പനി. വേരിയസ് കമ്പനീസ് ആൻഡ് യൂണിയൻസ് ഡീലിംഗ് വിത്ത് ഈച്ച് അതേഴ്സ് അല്ലെ. വ്യത്യസ്ത കമ്പനികളിലെ വ്യത്യസ്ത യൂണിയനുകൾ പരസ്പരം നിന്നുകൊണ്ട് തന്നെ കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുകയാണെങ്കിലാണ് ആ 4ാമത്തെ കാറ്റഗറി ആയിട്ടുള്ള വേരിയസ് കമ്പനീസ് ആൻഡ് യൂണിയൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനിലും വ്യത്യസ്ത യൂണിയനുകൾ പ്രവർത്തിക്കുന്നത് അല്ലെ. ചില കമ്പനികളിൽ ഒരു യൂണിയൻ മാത്രം പ്രവർത്തിക്കുന്നുണ്ടാവുള്ളൂ. അതേസമയം ചില കമ്പനികളിൽ 2 യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ടാവും. ചില കമ്പനികളിലെല്ലാം തന്നെ ഒരേ യൂണിയൻ തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലെ. 1-2 കമ്പനികൾ ആ പ്രദേശത്തുള്ള മിക്കവാറും കമ്പനികളിലൊക്കെ ഒരേ യൂണിയൻ തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത്. അതേസമയം ചില കമ്പനികളിലെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള യൂണിയനുകൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് ആ കമ്പനിയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും അല്ലെ. ചിലയിലെല്ലാം യൂണിയന്റെ കാര്യങ്ങൾ അറിയാം അല്ലെ. ഒരു മലയാളത്തിൽ പറഞ്ഞ ഇടതുപക്ഷം ഉണ്ടാവും, വലതുപക്ഷം ഉണ്ടാവും അല്ലെ. ഒരു യൂണിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗക്കാരുണ്ടാവും, മറ്റൊരു തീരുമാനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗക്കാരുണ്ടാവും അല്ലെ. അങ്ങനെ വ്യത്യസ്ത യൂണിയനുകളായിട്ട് നിന്നുകൊണ്ട് തന്നെ കമ്പനിയെ ബാർഗൈൻ ചെയ്ത് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തും. ചിലപ്പോൾ നമുക്കറിയാം യൂണിയന്റെ ലീഡറിലോ ഇന്ന യൂണിയന്റെ ലീഡർഷിപ്പിലുള്ള വ്യക്തികൾക്ക് ഇന്ന യൂണിയനിലെ മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും അല്ലെ. അങ്ങനെയാണ് പൊതുവെ ഇന്ന യൂണിയനിലേക്ക് പോകാനായിട്ട് മെമ്പേഴ്സുകൾ തയ്യാറാവുന്നത് അല്ലാതെ. കാരണം അതായത് നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള അല്ലെ എംപ്ലോയീസിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ആരാണോ ചെയ്തു തീർക്കുന്നത് അല്ലെ, ആരുടെ യൂണിയന്റെ നേതൃത്വത്തിലാണ് ചെയ്തു തരാനായിട്ട് തയ്യാറാവുന്നത് അതനുസരിച്ചിട്ട് അവര് മാറി മറിയും അല്ലെ. അപ്പൊ തരത്തിലുള്ള കമ്പനികളും ഫോം ചെയ്യാറുണ്ട്. മെമ്പേഴ്സും അവരുടെ അതനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആരെയും കമ്പനി ഒന്നും ചെയ്യില്ല. അവർക്ക് ഇഷ്ടമുള്ള യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ നമ്മൾ അതൊക്കെ കണ്ടതാണ് അല്ലെ, നേരത്തെ പഠിച്ചതാണ്. ആരെയും കമ്പനി ഒന്നും ചെയ്യില്ല, അവർക്ക് ഇഷ്ടമുള്ള യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാം. ചിലരൊക്കെ അവര് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ അവർക്ക് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രക്ചറാണ് ജസ്റ്റ് നമ്മളവിടെ പറഞ്ഞത്. ഇനി വീണ്ടും നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് ആ ഒരു ഡയഗ്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, ഡയഗ്രാം നിങ്ങൾക്കും കാണാൻ പറ്റുമോ? ക്ലിയർ ആവുന്നുണ്ടോ? നോക്കാം എന്താണ് അതിലെ ഈ ഒരു സ്ട്രക്ചറിലെ പ്രോസസ് എന്താണ് അല്ലെ. കളക്റ്റീവ് ബാർഗൈനിങ്ങില് എന്താണ് പ്രോസസ് എന്നുള്ള കാര്യമാണ് ഈ ഒരു ഡയഗ്രാത്തിൽ വിവരിച്ചിരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രക്ചർ നമ്മൾ അതോടുകൂടി കഴിയാണ്. ഈ 4 സ്ട്രക്ചറാണ് ഘടനയാണുള്ളത്. ഇനി ഇതിന്റെ പ്രോസസ്സ് അല്ലെ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ പ്രോസസ് ആണ് ഈ ഒരു ഡയഗ്രാത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ എ നെഗോഷിയേഷൻ. അതായത് ആദ്യമേ തന്നെ നെഗോഷിയേഷന് ചർച്ചയ്ക്ക് മുന്നൊരുക്കം വേണം അല്ലെ, പ്രിപ്പയർ ചെയ്യുക.
എന്തൊക്കെയാണ് ചർച്ചയിൽ ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രിപ്പറേഷൻ വേണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബാർഗെയിനിങ് ഇഷ്യൂസ് അല്ലെ, അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അല്ലെ, ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. ദെൻ എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നു. ദെൻ ചർച്ചകൾക്ക് ശേഷം എന്താണ് നമുക്കറിയാം ബ്രേക്ക് ഡൗൺ ആവും. ചിലപ്പോൾ വേണമെങ്കിൽ ചർച്ച നീണ്ടു നിൽക്കാം, അല്ലെങ്കിൽ ചർച്ച നിലച്ചു പോകാം അല്ലെ, ചർച്ച അലസിപ്പോകാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ചർച്ച എന്താണ് പൂർണ്ണ രീതിയിൽ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നവരേക്കും നീണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് പ്രത്യേകിച്ച് റിസൾട്ടുകളൊന്നും ഉണ്ടാവില്ല അല്ലെ. അതേമാതിരി തന്നെ എന്താണ് റീച്ചിങ് ഏരിയയിലേക്ക് പോകുന്നവരുണ്ട്, അതായത് ചർച്ചകളൊക്കെ പുരോഗമിച്ച് റീച്ചിങ് ഏരിയയിലേക്ക് എത്തുന്നു. ദെൻ ആദ്യം തന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ചറിയുന്നു അല്ലെ, അതെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്താണ് ചർച്ച എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ചർച്ചയ്ക്ക് ഒരു തീം ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റസ് ഇപ്പൊ കുറവാണ് അല്ലെ, അതൊക്കെ അപ്പൊ പരിശോധിച്ച് പുനഃപരിശോധനയൊക്കെ നടത്തിയിട്ട് കറക്റ്റ് ചെയ്യും അല്ലെ, ഒരു കറക്ഷൻ നടത്തും. ഓക്കെ വെയിറ്റസ് കൂട്ടിക്കൊടുക്കും അല്ലെ. അതല്ലെങ്കിൽ പലർക്കും പല രീതികളാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ഒക്കെ അല്ലെ, അവർക്ക് ഒരേപോലെ ചിലപ്പോൾ ഈക്വലന്റ് ആക്കേണ്ട ഒരു രീതിയൊക്കെ ആയിരിക്കും. ആ രീതിയിലൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ദെൻ എന്താണ് ഇത് സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്ന പ്രോസസ്സിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലേക്ക് അത് എത്തുന്നു. അപ്പൊ ചർച്ചകൾക്ക് മുമ്പ് തന്നെ എന്താണ് ഒരു ഒരുക്കം വേണം. ദെൻ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ബാർഗെയിനിങ് അല്ലെ, അവിടെ വിലപേശകൾ നടത്തണം. ദെൻ എന്താണ് ആ വിലപേശകളെല്ലാം തന്നെ ഇതിലൂടെയാണ് നടത്തുന്നത്, അത് ചർച്ചയിലൂടെയാണ് നടത്തുന്നത്. ദെൻ ഈ ചർച്ച വേണമെങ്കിൽ എന്താണ് അലസിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്, ചർച്ച പുരോഗമിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ചർച്ച പുരോഗമിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു റെക്ടിഫിക്കേഷൻ അല്ലെ, അവിടെ തീർച്ചയായിട്ടും തിരുത്തൽ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം. ഈ തിരുത്തൽ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നടപ്പാക്കുന്നത് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൂടെയാണ് അല്ലെ, ഭരണ നിർവഹണത്തിലൂടെയാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് പോയി ഭരണ നിർവഹണത്തിൽ എത്തും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ചർച്ചയ്ക്ക് ഒരു ഫലം കണ്ടെത്തും. ഓക്കെ ആണോ ഈ ഒരു ചാപ്റ്റർ? ഓക്കെയാണോ? ചാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, കാരണം ചാർട്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, പ്രിപ്പയറിംഗ് നെഗോഷിയേഷൻ, ഐഡന്റിഫൈയിങ് ബാർഗെയിനിങ് ഇഷ്യൂസ്, നെഗോഷിയേറ്റിംഗ്, എന്താണ് റീച്ചിങ് ദ റെക്ടിഫൈയിങ് ദ അഗ്രിമെന്റ്, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ്, എൻഡിങ് സ്റ്റേജ്, അല്ലെങ്കിൽ എന്താണ് ഇതിന് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരു പോയിന്റ്സുകൾ ഓർത്ത് വെച്ചാൽ മതി. പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ, ദെൻ ഐഡന്റിഫൈയിങ് ബാർഗെയിനിങ് ഇഷ്യൂസ്, ദെൻ എന്താണ് നെഗോഷിയേറ്റിംഗ്, ദെൻ എന്താണ് റീച്ചിങ് ആൻഡ് റെക്ടിഫൈയിങ് ദ അഗ്രിമെന്റ്, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോ കണ്ട ഫസ്റ്റ് പോയിന്റിന്റെ നെക്സ്റ്റ് കണ്ടിന്യൂവേഷൻ നമ്മളിപ്പോ നോക്കാം. There are two kinds of environmental factors influences process of first way the type of bargaining structure. Okay, second one ഇവിടെയാണ്. The second environmental factor is the type of union management relationship. Union management ഒരു ബന്ധമാണ്. The relationship may be marked by the feeling of a non-cooperation. Then അതായത് നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അതിനോട് എന്താണ് അല്ലെ പങ്കാളിയാവാതിരിക്കാം അല്ലെ, യൂണിയൻ അവര് എടുക്കുന്ന തീരുമാനങ്ങളോട് യോജിക്കാതിരിക്കാം. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഓൺലി പോസിബിൾ അണ്ടർ കോപ്പറേറ്റീവ് സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ്. നമുക്കറിയാം കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം. സഹകരണം വേണ്ടി വരില്ലേ? സഹകരണം വേണ്ടി വരുമോ? സഹകരണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ?
ഓക്കെ, പരിഹാരം കണ്ടെത്താം. ഓക്കെ, സഹകരണം വേണ്ടി വരും അല്ലെ. അപ്പൊ എന്താണ്, ഇൻ കേസ് ഇങ്ങനെ കോർപ്പറേഷൻ ഇല്ല എങ്കിൽ നോൺ കോപ്പറേറ്റീവ് അപ്രോച്ച് ഹിൻഡേഴ്സ് ദ പ്രോസസ് എന്ന് വെച്ചാൽ തടസ്സപ്പെടും അല്ലെ, പ്രോസസ്സിനെ തടസ്സപ്പെടും. നല്ല കോർപ്പറേറ്റീവ് ഇല്ല എങ്കിൽ, സഹകരണത്തോടു കൂടി അല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, എന്ത് പ്രോസസ് ആണെങ്കിലും അത് തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലെ. ഒരു ചർച്ചകൾ വിളിക്കുമ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കാനായിട്ട് യൂണിയൻ നേതാക്കൾ ഉണ്ടാവണം. നേതാക്കളുടെ ആശയങ്ങൾ അവർ പങ്കുവെക്കണം. പരസ്പരം പൊരുത്തപ്പെട്ട് പോവേണ്ട കുറച്ചൊക്കെ നിലപാടുകൾക്കൊക്കെ മിതം വ്യയം ഒക്കെ അല്ലെ സ്വീകരിച്ച് ഇരുകൂട്ടരും തമ്മിൽ ഒരു എന്താണ് പരിഹാരങ്ങൾ കണ്ടെത്തി പോണം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് എന്താണ് ഈ ചർച്ച സംഘടിപ്പിച്ചത് കൊണ്ട് ഗുണം നേടുകയുള്ളൂ അല്ലെ. അതല്ല എങ്കിൽ എന്താണ്, ചർച്ചയും കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് തടസ്സപ്പെട്ട് അങ്ങനെ ചെയ്തു പോവുകയുള്ളൂ. അപ്പൊ നോൺ കോർപ്പറേറ്റീവ് ആണെങ്കിൽ, സഹകരണം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ചർച്ചകളൊന്നും അല്ലെ നന്നായിട്ട് രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് എന്താണ്, അത് തടസ്സപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു ടോപ്പിക് കൂടെ ഉള്ളോ. ആണോ? വായിച്ചു നോക്കിയോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. Preparing for negotiation. The complete process of a collective bargaining is explained below. And bargaining process ആണ് ഇതിന്റെ ഫസ്റ്റ് പ്രോസസ് പറയുന്നതാണ് preparing for negotiation. നമ്മൾ എന്താണ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ, തയ്യാറെടുക്കണം. It is essential for the employers and the employees to prepare in advance for the negotiation, since a variety of topics and complex issues are discussed during the process. Okay, നമുക്കറിയാം ഈ പ്രോസസ്സ് അല്ലെ, ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്തിരിക്കണം. എന്ത് പ്രിപ്പയർ ചെയ്തിരിക്കണം? അവിടെ ചർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. ആരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം? അവിടെ എംപ്ലോയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം, എംപ്ലോയറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും അല്ലെ. വേരിയസ് ടോപ്പിക്സ് ആൻഡ് കോംപ്ലക്സ് ഇഷ്യൂസ് ആർ ഡിസ്കസ്ഡ്. അതായത് ചിലപ്പോൾ നമുക്കറിയാം അതിസങ്കീർണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ടോപ്പിക്കുകളെ കുറിച്ചിട്ടായിരിക്കാം എന്താണ് ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ ലക്ഷ്യമായിട്ട് വരേണ്ടത്. ചിലപ്പോൾ എംപ്ലോയറിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ പ്രത്യേകമായിട്ട് അവർ തയ്യാറായിട്ട് വേണ്ടിയായിരിക്കണം എന്താണ് ചർച്ചയ്ക്ക് വരാനായിട്ട്. Presenting a methodical and accurate case of to both sides can be termed as effective bargaining. നമുക്കറിയാം അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, നിയമ
അല്ലെ വസ്തുതാനിഷ്ഠപരമായ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് അവതരിക്കുമ്പോൾ എന്താ പ്രത്യേകത? അവർക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടതായിട്ട് വരും അല്ലെ. എവിടെയെങ്കിലും കൃത്യമായിട്ട് എവിടേക്കോ പറഞ്ഞു കേട്ട രീതിയിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ് അതൊക്കെ ചിലപ്പോ അതൊക്കെ കേട്ടിരിക്കുകയായിരിക്കാം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ തള്ളിക്കളയും അല്ലെ. ചിലപ്പോ നമുക്കറിയാം ഇപ്പൊ സാലറിയുടെ പ്രശ്നം, അല്ലെങ്കിൽ ഓവർ ടൈമിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡ്യൂട്ടിയുടെ പ്രശ്നം, നൈറ്റ് ഡ്യൂട്ടിയുടെ പ്രശ്നം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് രേഖസഹിതമാണ് കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മറുപടി കണ്ടെത്തേണ്ടത് മസ്റ്റാണ്. കാരണം എന്താണ്, അത് നിയമാനുസൃതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖാടിസ്ഥാനത്തിലാണ് ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം അല്ലെ. ഇപ്പൊ ഒരുപാട് ടൈം നൈറ്റ് ഡ്യൂട്ടി സെറ്റ് അല്ലെ. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ലീവ് ഒക്കെ അനുവദിക്കണമെങ്കിൽ, ഒരാഴ്ച നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ഒരു ലീവ് ഒക്കെ അനുവദിക്കണമെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊക്കെ എന്താണ് ലീവുകളൊക്കെ ഒന്നും ചിലപ്പോൾ അനുവദിക്കണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അവര് കൃത്യമായിട്ടുള്ള റിസൾട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ നേരത്തെ കൂട്ടി ഒരുങ്ങിയ ചാർട്ട് കാര്യങ്ങൾ, രേഖാമൂലമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ബാർഗെയിൻ ചെയ്യാം. ഇപ്പൊ മാനേജ്മെന്റ് ആണെങ്കിലും, അതായത് എംപ്ലോയറുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവരും നേരത്തെ കൂട്ടി ഒരുങ്ങിയിട്ട് വേണം ബാർഗെയിനിങ് പ്രോസസ്സിലേക്ക് വരാനായിട്ട്. പറയാണ് എന്താണ്, പ്രസന്റിങ് മെത്തോഡിക്കൽ ആൻഡ് അക്യുറേറ്റ് കേസ് ഓഫ് ബോത്ത് സൈഡ് ക്യാൻ ബി ടേംഡ് ആസ് എഫക്റ്റീവ് ബാർഗെയിനിങ്. അങ്ങനെ നല്ല രീതിയിൽ കൃത്യതയോടും കൂടിയിട്ടും എന്തെങ്കിലും ഒരു മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഒരുങ്ങണമെങ്കിൽ അതിനെ എന്തെന്ന് പറയും, എഫക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയും അല്ലെ. കാര്യക്ഷമമായിട്ടുള്ള ബാർഗെയിനിങ് എന്ന് പറയും. കാരണം നമുക്കറിയാം അതിനൊരു റിസൾട്ട് കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. From the management side, the negotiations are required. മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് ആവശ്യമായിട്ട് വരുന്ന നെഗോഷിയേഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് വണ്, മേക്ക് എ ഡെഫിനിറ്റ് പ്രപ്പോസൽസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ദ കോൺട്രാക്ട് ലാംഗ്വേജ്. ഓക്കെ, നമുക്കറിയാം മാറ്റങ്ങൾ എന്താണ്, മാറ്റങ്ങൾക്ക് അധിഷ്ഠിതമായ രീതിയിൽ തന്നെ നിർദ്ദേശങ്ങൾ അല്ലെ. അവിടെ കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ ലാംഗ്വേജുകളൊക്കെ മാറ്റണമെങ്കിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശം അവിടെ കണ്ടെത്തേണ്ടതുണ്ട്. Then establish the broad range of a monetary package to be proposed by the company. Okay, അപ്പൊ അതേമാതിരി തന്നെ അവർക്കൊരു മോണിറ്ററി ബെനിഫിറ്റ്സ് പാക്കേജുകളൊക്കെ ലഭ്യമാക്കണമെങ്കിലും എന്താണ് അവിടെ കമ്പനിയുമായിട്ട് നല്ലൊരു പ്രൊപ്പോസൽ, ഒരു പാക്കേജസുകളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതാണ് തയ്യാറാക്കിയിട്ടാണ് ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ എന്താണ് അവർക്ക് ഒരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. Then provide supportive data and statistical tools during the negotiation process. നെഗോഷിയേഷൻ പർപ്പസ്. ഇപ്പൊ നെഗോഷിയേഷൻ അതായത് ചർച്ചകളുടെ ഉദ്ദേശത്തില് പ്രധാനമായിട്ട് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡാറ്റാസ് അല്ലെ, സപ്പോർട്ടീവ് ആയിട്ട് കുറച്ച് ഡാറ്റാസിന്റെ പിൻഫലത്തോട് കൂടിയിട്ടാണ് അവതരിപ്പിക്കണമെങ്കിൽ അല്ലെ. നിങ്ങൾക്കൊരു പങ്ക്ച്വാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ സാലറിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ, അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ ലേറ്റ് ആയിട്ടാണ് എല്ലാവരും വരുന്നത് അല്ലെ. അപ്പൊ ഓവർ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാല്യൂ ചെയ്യേണ്ട കാര്യമില്ല. കാരണം കൃത്യമായിട്ട് തന്നെ അവിടെ രേഖാമൂലമുള്ള റിപ്പോർട്ട് സഹിതമാണ് അവർ വാദിക്കാൻ വരുന്നത് അല്ലേ. അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അപ്പൊ അതിനെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവിടെ എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ട് വേണം അത് വരാനായിട്ട് അല്ലെ. അതാണ് പറയുന്നത്, പ്രൊവൈഡ് സപ്പോർട്ടീവ് ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഡ്യൂറിംഗ് ദ നെഗോഷിയേഷൻ പ്രോസസ്. ഇങ്ങനെ എന്താ ചർച്ചകളുടെ ഉദ്ദേശം നടത്തുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള സ്ഥിതിവിവര കണക്ക് അറിവുകളൊക്കെ അതിന് സപ്പോർട്ടീവ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തണം. Then maintain a bargaining book to aid company negotiations consisting of collection information on issue of for discussion and an analysis of the effect of each case, usage in other companies and other facts. ഓക്കെ, നമ്മളിപ്പോ എല്ലാം തയ്യാറാക്കി വേണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ബുക്കിൽ തയ്യാറാക്കി വരുമ്പോൾ ബാർഗെയിനിങ് കാര്യങ്ങളെ കുറിച്ചിട്ട് തയ്യാറാക്കി വരുമ്പോൾ പ്രധാനമായിട്ടും പറയാണ് എന്താണ്, കമ്പനി നെഗോഷിയേഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് കളക്റ്റഡ് ഇൻഫോർമേഷൻസ് ഓൺ ഇഷ്യൂസ് ഫോർ ഡിസ്കഷൻ. ഓക്കെ, നമുക്കറിയാം എന്താണ്, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു രൂപരേഖ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ അല്ലെ, മാറ്റങ്ങൾ കൃത്യമായിട്ട് തന്നെ കണ്ടെത്താനായിട്ടാണെങ്കിൽ വിശാലമായിട്ട് തന്നെ അതിന് തയ്യാറായിട്ട് വേണം അവർ വരാനായിട്ട്. അവരെന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ബുക്കിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം
കളക്റ്റീവ് ബാർഗെയിൻ നടത്താനായിട്ട്. ആൻഡ് അനാലിസിസ് ഓഫ് ദ എഫക്ട് ഓഫ് ഈച്ച് കേസ്. ഓക്കെ, അതേമാതിരി തന്നെ ഇന്ന നമ്മളിപ്പോ ഒരു സ്റ്റാൻഡേർഡ് അല്ലെ, ഇന്ന എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണെങ്കിൽ ഇത്രയും പേഴ്സണെ ഇത്രയും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാനായിട്ട് കൊടുത്തിട്ട് അവർക്ക് ഇത്ര ദിവസം കൊണ്ട് ഇത്ര റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചു, ഇത്ര മെമ്പേഴ്സ് മാത്രമേ അവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുള്ളൂ, ഇത്ര മെഷീന്റെ സപ്പോർട്ട് എവിടെയുള്ളൂ അല്ലെ, അപ്പൊ ഇത്ര റിസൾട്ടുകൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റി. അങ്ങനെ മാനേജറിന് വേണമെങ്കിൽ ഈ ഒരു ചർച്ചയുടെ ഇടയ്ക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള രേഖകൾ വെളിപ്പെടുത്താൻ പറ്റില്ലേ? പറ്റുമോ? ഓക്കെ, അവരവരുടേതായിട്ടുള്ള ചിലപ്പോ ഇതുകളായിരിക്കാം, മറ്റുള്ളവരുടെ കമ്പനികളുടെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം ഇതിന്റെ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് അവരെ ഇൻഫോർമേഷൻസ് കൊണ്ടുവരാനായിട്ട്. അപ്പൊ പലതരത്തിലാവുമ്പോഴേ നമുക്കറിയാം നമ്മുടെ കമ്പനിക്ക് എന്തുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. ഇത്രയും 5 മെമ്പേഴ്സ് ഇന്ന കമ്പനിയിൽ ഇത്രയും മെമ്പേഴ്സിനെ നിർത്തി ഇത്രയും പ്രൊഡക്ഷൻ, ഇത്രയും റോ മെറ്റീരിയൽസ്, ഇത്രയും മെഷീനറിയും കൊടുത്തിട്ട് ഇത്രയും പ്രൊഡക്ഷൻ അവിടെ ഉത്പാദിപ്പിക്കാൻ പറ്റി അല്ലെ. ചർച്ചകൾക്ക് വരുമ്പോൾ തൊഴിലുടമ കൊണ്ടുവരികയാണ്, എന്തുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ ഇത്രയും പേഴ്സൺസിനെ നിർത്തി ഇത്രയും മെഷീൻ നിർത്തി ഇത്രയും സമയത്തിന് ഇത്രയും അസംസ്കൃത വസ്തുക്കൾ കൊടുത്തിട്ട് എന്തുകൊണ്ട് പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാൻ പറ്റിയില്ല അല്ലെ. അവിടെ ആ ഒരു ചോദ്യം രേഖപ്പെടുത്തണമെങ്കിൽ അതിന് മുന്നാടിയായിട്ട് എന്താണ് അവര് ഡാറ്റാസ് അവൈലബിൾ ആക്കിയിട്ട് തന്നെയായിരിക്കും ചർച്ചയിൽ കാണിക്കേണ്ടത്. അപ്പൊ അതാണ് പറയുന്നത്, മെയിൻറ്റെയിനിങ് ബുക്ക് ടു എയ്ഡ് കമ്പനി നെഗോഷിയേഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് കളക്റ്റഡ് ഇൻഫോർമേഷൻ ഓൺ ഇഷ്യൂ ഫോർ ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ദ എഫക്ട് ഓഫ് ഈച്ച് കേസ് then usage in other companies and other facts. Okay, മറ്റു കമ്പനികളുടെ അല്ലെങ്കിൽ മറ്റ് എന്താണ് യഥാർത്ഥ മുഖങ്ങളെ വെച്ചുകൊണ്ട് തന്നെ അതൊരു എവിഡൻസ് ആക്കി എടുത്തിട്ട് തന്നെ ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഫ്രം ദ എംപ്ലോയീസ് സൈഡ്, ഇനി ഇതേപോലെ എംപ്ലോയറിന്റെ സൈഡിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരുങ്ങുന്നത്. എംപ്ലോയീസിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻസ് ലഭ്യമാക്കേണ്ടതുണ്ട്. ഉണ്ടാവോ? അങ്ങനെ ലഭ്യമാക്കേണ്ടതുണ്ടാവോ? കാരണം എംപ്ലോയി പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ യാഥാർത്ഥ്യ മുഖങ്ങൾ വിളിച്ചിട്ട് കൊണ്ടുവരണം അല്ലെ. അപ്പൊ റെക്കോർഡിക്കലി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് എങ്കിൽ അത് എന്തായിരിക്കും? യഥാർത്ഥമായിരിക്കും. ആയിരിക്കുമോ? യഥാർത്ഥ ഇൻഫോർമേഷൻസ് ആയിരിക്കുമോ റെക്കോർഡിക്കലി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊണ്ടുവരുമ്പോൾ? അത് വിട്ടുപോയാ? കുറെ നേരം കണ്ടിന്യൂസ് അതൊക്കെ പറഞ്ഞ നേരം കൊണ്ട് വിട്ടുപോയാ? ഫസ്റ്റ് 4 പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. എംപ്ലോയേഴ്സിന്റേതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. എംപ്ലോയീസ് സൈഡിൽ നിന്നുള്ള കാര്യം ജസ്റ്റ് പിന്നെ പറയാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കിട്ടിയോ? എംപ്ലോയീസിന്റെ ഭാഗത്ത്, എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കിട്ടിയോ? സപ്പോർട്ടീവ് ഡാറ്റ സ്റ്റാറ്റിക്കൽ ടൂൾസ് ഡ്യൂറിംഗ് നെഗോഷിയേഷൻ പർപ്പസ്. ക്ലിയർ ആവുന്നില്ലേ? ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? പറഞ്ഞു പോകാം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. അത് വിട്ടുപോയോ? എല്ലാവരും ഓണാക്കി വെച്ചിട്ട് പോയോ? വേണ്ട, ക്ലിയർ ആണ്.
ഓക്കെ, അപ്പൊ എന്താണ് അവിടെ കൃത്യമായിട്ട് നമ്മൾ കണ്ടു എന്താണ് ഡ്യൂറിങ് നെഗോഷിയേഷൻ പർപ്പസിന് മുമ്പ് ആയിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡാറ്റാസുകളൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. Then maintaining bargaining book of a company negotiation consisting of a collected information on issue for a discussion and analysis of affected on each case usage in other companies and other banks. Okay, മറ്റേതെങ്കിലും വസ്തുതാപരമായിട്ടുള്ള സത്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കമ്പനിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസുകൾ എന്നതാണ് എന്നുള്ള നേരത്തെ കൂട്ടി എംപ്ലോയർ അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കണം ചർച്ചയ്ക്ക് വരേണ്ടത്. എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ഒരു മുന്നൊരുക്കം വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഫോളോയിങ് ഇൻഫോർമേഷൻസ് ഷുഡ് ബി കളക്റ്റഡ് ബൈ ദ യൂണിയൻസ്. ഓക്കെ, യൂണിയന്റെ നേതൃത്വത്തിൽ എന്താണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം, ഇൻഫോർമേഷൻസ് ഒക്കെ വിവരങ്ങളൊക്കെ. എന്തൊക്കെ വിവരങ്ങളാണ് ഇവിടെ പറയുന്നത്? ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ കമ്പനി, that is the status of assets and liabilities and its capacity to pay. Okay, അതായത് ഇപ്പൊ കുറെ എന്താണ് ബെനഫിഷ്യൽ പാക്കേജുകളൊക്കെ വേണമെന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നഷ്ടത്തിൽ പോകുന്ന കമ്പനിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അത് നഷ്ടമാണോ അല്ലെ, അതോ എന്താണ് എന്തെങ്കിലും ലയബിലിറ്റീസ് കടങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മൂലധനം നീക്കിയിരിപ്പ് മൂലധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് എന്താണ് തീർച്ചയായിട്ടും കമ്പനി എന്താണ് എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ യൂണിയന്റെ സപ്പോർട്ട് കൂടിയാണെങ്കിൽ യൂണിയന്റെ നേതൃത്വത്തിൽ അത് സമ്പാദിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ നേടിയിരിക്കണം. Then the standard taken by the management on various problems as indicated or indirectly concluded from negotiation in similar companies. ഓക്കെ, ഇന്ന കമ്പനികളിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നപ്പോ ഇന്ന സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിച്ചു. അവർക്ക് അല്ലെ ട്രാവലിംഗ് അലവൻസ് പ്രൊവൈഡ് ചെയ്തു, അല്ലെങ്കിൽ വേജസ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് സംഘടിപ്പിച്ചു കൊടുത്തു, ട്രെയിനിങ് പാക്കേജ് സംഘടിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പലതരത്തിലുള്ള അല്ലെ മറ്റു കമ്പനി ഇതേപോലെയുള്ള സ്ഥാപനത്തിൽ മറ്റു കമ്പനികളിലെ എന്തൊക്കെ എന്താണ് ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കിയോ അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് എന്താണ് ഉണ്ടായിരിക്കുന്ന ചർച്ചയ്ക്ക് വരുമ്പോൾ അവർക്ക് അത് എന്താണ് മുമ്പിൽ വെച്ച് അല്ലെ ഉന്നയിക്കാനായിട്ട് സാധിക്കും. Then വീണ്ടും എന്താണ് റിക്വയർമെന്റ്സ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് their view towards it അല്ലെ അവരുടെ വീക്ഷണകോണുകളായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെ അവരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ് അത് പ്രധാനമായിട്ട് നമുക്കറിയാം. പലതരത്തിലുള്ള ആവശ്യകതകൾ അവർക്ക് ഉണ്ടാവാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവനക്കാരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അത് അവരുടെ എന്താണ് ഡയറക്ട്ലി എന്താണ് പ്രധാനമായിട്ട് പറയുന്നത് റിക്വയർമെന്റ്സ് ഓഫ് എംപ്ലോയീസ് ആൻഡ് their views towards it. അവരുടേതായിട്ടുള്ള വീക്ഷണകോണില് എന്തൊക്കെയാണ് അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള നേടിയിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ നേരത്തെ കൂട്ടി തയ്യാറാക്കിയിരിക്കണം. The negotiators have to be chosen from both sides and select an appropriate site for a negotiation. ചർച്ചകൾക്ക് വരുമ്പോഴേ തീർച്ചയായിട്ടും എന്താണ് രണ്ട് സൈഡിലും എന്താണ് നല്ലൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെ നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഉള്ളൊരു ചർച്ച അല്ലെ അതിനാവശ്യമായിട്ട് രണ്ട് സൈഡിൽ നിന്നും അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നേരത്തെ കൂട്ടി തയ്യാറാക്കിയിരിക്കണം. അത് മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് സൈറ്റ് അല്ലെ ഏത് സ്ഥലത്താണ് ചർച്ച സംഘടിപ്പിക്കേണ്ടത് എന്നും കൂടി നേരത്തെ കൂട്ടി തയ്യാറാക്കണം. നമുക്കറിയാം എംപ്ലോയീസിനും എംപ്ലോയർക്കും ഒന്നിച്ചു ചേരാൻ പറ്റുന്ന പ്ലേസ് ഏതാണ്, എന്തൊക്കെ മാറ്റേഴ്സ് ആണ് അവിടെ അവതരിപ്പിക്കേണ്ടത്, ഇന്ന കമ്പനികളിലെ കുറെ ഡാറ്റാസുകളൊക്കെ സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എംപ്ലോയറുടെ ഭാഗത്തേക്ക് കൊടുക്കണമെങ്കിൽ അതിനുള്ള മുന്നൊരുക്കം തീർച്ചയായിട്ടും ആരെടുക്കേണ്ടതാണ്, എംപ്ലോയീസ് എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ എംപ്ലോയിയുടെ എന്താണ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇത് അവതരിപ്പിക്കണമെങ്കിൽ യൂണിയൻ മെമ്പേഴ്സ് അല്ലെങ്കിൽ യൂണിയൻ നേതാക്കൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങേണ്ടതാണ്. ഓക്കെയാണോ? ഫസ്റ്റ് പോയിന്റ് ഒക്കെയാണോ? ാണ് നമുക്ക് ഒരു എന്താ പറയുക 4-5 പോയിന്റ് കൂടി രണ്ടും അല്ലെ 5 പോയിന്റാണ് ഉള്ളത്. ക്ലാസ്സിനെയും കിടപ്പുണ്ട്. എല്ലാവരും എഴുതി തീർന്നിട്ടില്ലല്ലോ. നമുക്ക് പറ്റുമെങ്കിൽ റിവൈസ് ചെയ്യാവുന്ന കൂടി എടുത്തിട്ടാണ് ഇല്ല. ഓക്കെ, ഇതുവരെ എടുത്താൽ മതിയോ? മതിയോ? ബോറടിച്ചോ?
മിക്കവാറും നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീക്കിലുണ്ടാവും. നമ്മുടെ സാധാരണ നെക്സ്റ്റ് വീക്കിലുണ്ടല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പോ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടി ക്വസ്റ്റ്യൻസ് തീർക്കാറുണ്ട് അല്ലെ. എനിവേ നമ്മുടെ അടുത്ത ക്ലാസ്സോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻസ് തീരും. ജസ്റ്റ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലോ. ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു കൺക്ലൂഷൻ, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നേക്കാം ഈ ഒരു പോയിന്റ്സ് എന്താണെന്നുള്ളത്. അതിൽ ഐഡന്റിഫൈങ് ബാർഗെയിനിങ് ഇഷ്യൂസ്, അതാണ് നെക്സ്റ്റ് വരുന്നത്. അതായത് എന്തൊക്കെ ബാർഗെയിൻസുകളാണ് ഉണ്ടാവാൻ സാധ്യത അല്ലെ. നമുക്കറിയാം എന്താണ് ചർച്ചയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ബാർഗെയിൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. വേജുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവാം അല്ലെ, ആവശ്യങ്ങൾ ഉണ്ടാവാം. സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ്സ് അല്ലെ, അവരുടെ ചിലപ്പോൾ ആണെങ്കിൽ ലീവോട് അല്ലെ, നമ്മുടെ എന്താണ് പേയ്മെന്റോട് കൂടിയ ലീവുകൾക്ക് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ വെക്കേഷൻ അതായത് ഹോളിഡേയ്സുകൾ വേണമെന്ന് ആവശ്യപ്പെടാം, ഇൻഷുറൻസ് പാക്കേജുകൾ വേണമെന്ന് ആവശ്യപ്പെടാം. അത്തരത്തിലുള്ള ആവശ്യകതകളായിരിക്കും ചർച്ചയിൽ വരുന്നത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അവർക്ക് സെക്യൂരിറ്റി അല്ലെ. നമുക്കറിയാം ഓരോ കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള, അതായത് ചില വർക്കിന് അതിൻ്റെതായിട്ടുള്ള എന്താണ് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെ. ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാംസ് അവരുടെ ജീവിതത്തിനോടും റിലേറ്റ് ചെയ്തിട്ട് നല്ല മൂല്യമുള്ള ഒരു വർക്ക് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറ്റൻഡൻസ് കാര്യങ്ങള്, ലീവ് കാര്യങ്ങള്, ട്രെയിനിങ് കാര്യങ്ങൾ അല്ലെ, അങ്ങനത്തെ കുറെ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ എന്താണ് ഐഡന്റിഫൈങ് ബാർഗെയിൻ ഇഷ്യൂസിൽ വരുന്നതാണ്. അതായത് പലതരത്തിലാണ് നമ്മൾ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. വേറെ എന്താണ്, വീണ്ടും നെഗോഷിയേഷൻ ചർച്ചകളാണ് വരുന്നത്. ഓക്കെ, ചർച്ചകൾ വരുമ്പോൾ നമുക്കറിയാം ബോത്ത് പാർട്ടീസും ഉണ്ടാവും അല്ലെ. യൂണിയന്റെ നേതൃത്വത്തിലാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ നിന്ന് മാനേജ്മെന്റ് അല്ലെ, എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് മാനേജ്മെന്റും എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് യൂണിയന്റെ പ്രതിനിധികളൊക്കെ ആയിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം എന്താണ് അവിടെ എന്താണ് ചർച്ചകൾ വരുന്നു. സെവറൽ ഡേയ്സ് ചിലപ്പോൾ നീണ്ടു നിൽക്കാം, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എത്തിപ്പെടാം. എന്താണ് അവിടെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള രീതിയിലൊക്കെ ഗ്രൂപ്പുകളൊക്കെ ചിലപ്പോൾ എന്താണ് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ വീക്ഷണകോണുകളിലൂടെയൊക്കെ നീങ്ങിയിട്ട് അവരൊരു കോമ്പറ്റീഷൻ ലെവൽ അല്ലെ, മത്സരാധിഷ്ഠിതത്തിൽ ചിലപ്പോൾ ചർച്ചകൾ മുന്നേറിപ്പോവാം അല്ലെ. ഇരു കൂട്ടരും വിട്ടുകൊടുക്കാത്ത രീതിയിൽ ചർച്ചകൾ ഉണ്ടായി പോകാനായിട്ട് സാധിക്കും. എനിവേ എന്തായാലും ഫൈനൽ ഒരു എഗ്രിമെന്റിൽ എത്തും അല്ലെ, ഒരു തീരുമാനത്തിലെത്തും. യൂണിയൻ നേതാക്കളും അല്ലെങ്കിൽ മാനേജ്മെന്റ് തമ്മിലൊക്കെ അല്ലെങ്കിൽ തൊഴിലുടമയും തമ്മിലൊക്കെ ഒരു തീരുമാനത്തിലെത്തും. അങ്ങനെ നല്ലൊരു തീരുമാനത്തിൽ എത്തുമ്പോൾ എന്താണ് നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മത്സരാധിഷ്ഠിതമായിട്ടുള്ള രീതിയിലൊക്കെ മുന്നേറി കഴിയുമ്പോഴാണ് നല്ലൊരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഒരു സക്സസ് ആയിട്ട് എന്താണ് ഒരു നല്ല ചർച്ചയില് വിന്നേഴ്സ് അല്ലെ അവിടെ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. റീച്ചിങ് ആൻഡ് റെക്ടിഫൈങ് ദ അഗ്രിമെന്റ് ഇൻ കേസ് നമുക്കറിയാം കുറെ ഇങ്ങനെ അഗ്രിമെന്റ് ബേസ്ഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് ചർച്ചകൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ ആ തിരുത്തലുകൾ എന്തൊക്കെയാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്. ആ തിരുത്തലുകൾ അല്ലെ ഇരുകൂട്ടരുടെയും ടു സൈഡ്സിൽ എന്താണ് പ്രോബ്ലംസുകൾ ഉണ്ടാവാം. അത് ഇരുകൂട്ടരും പരസ്പരം ഒരു ധാരണയിൽ എത്തിയിട്ടാണ് തീരുമാനത്തിലെത്തുന്നത് അല്ലെ. നമ്മൾ ചിലപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടി ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാലറി കൂട്ടിത്തരാം, അങ്ങനെയൊക്കെ ഒരു തീരുമാനം ഉണ്ടാവാം. எனவே ഇരുകൂട്ടരുടെയും ആ തീരുമാനത്തിലേക്ക് എന്തെങ്കിലും എന്താണ് ഭേദഗതികളൊക്കെ വരുത്തിയിട്ടായിരിക്കും തീരുമാനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ് നമുക്കറിയാം തീരുമാനം ഫൈനലൈസേഷൻ നടത്തുന്നത് അല്ലെ. അതായത് എന്ത് തീരുമാനങ്ങളും ചർച്ചകൾ നമ്മൾ എടുത്താലും ചർച്ചകൾക്ക് വേണ്ടിയിട്ട് മുന്നൊരുക്കം വന്നിട്ടാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ചർച്ചകളിലേക്ക് പങ്കെടുക്കുന്നു, അവിടെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, ചർച്ചകൾ നടത്തുന്നു, അവസാനം തീരുമാനത്തിലേക്ക് അല്ലെ ചിലതൊക്കെ എന്താണ് തിരുത്തിക്കുറിക്കുന്നു, അവസാനം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നു. അങ്ങനെ നടപ്പാക്കുന്നത് മിക്കവാറും നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ്ങിലൂടെയാണ് ഈ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കി പോകുന്നത് അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്തൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രോസസ്സ് അവസാനിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു എന്താ പറയാ നമ്മുടെ ആ ചാപ്റ്ററിന്റെ ഒരു കൺക്ലൂഷൻ എന്താന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഒന്നുകൂടി എന്താ പറയാ ഡീപ്പായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല ഈ ചാപ്റ്റർ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു. Okay, bye. Thank you.